നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 12-ാം തീയതി 1201 ആണ്ട് മകരമാസം 29-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ശുഭനക്ഷത്രമല്ല. നല്ല ദിവസമാണ് വ്യാഴാഴ്ച, ഗുരുവിൻ്റെ ദിവസമാണ്, ഗുരുത്വമുള്ള ദിവസമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം അനുകൂലപ്രദമല്ല. ശരിക്കും തൃക്കേട്ട ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ഇന്ന് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ആകിലും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റിവെക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ 50-50 കൊള്ളാവൂ. അതായത് ദിവസം കൊള്ളാം, നക്ഷത്രം നല്ലതല്ല. അപ്പോൾ 50-50% കൊള്ളാം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂവെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ മാറ്റിവെക്കുക. മകരമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ് ഈശ്വരൻ. ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമാണ്. സാമ്പത്തിക നേട്ടത്തിനാവട്ടെ, ജോലിയിൽ പുരോഗതിയാവട്ടെ, അതുപോലെ സാമ്പത്തിക മാർഗങ്ങൾക്ക് ഇറങ്ങാവുന്ന സമയമാണ്. സമ്പത്തുണ്ടാവും. അതായത് സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് ധനം വരുന്ന മേഖലകളുണ്ട്. അതായത് ലോട്ടറി മേഖല, റിയൽ എസ്റ്റേറ്റ്, ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ, ബാങ്കിങ് മേഖല, അതേപോലെ ഷെയർ മാർക്കറ്റുകൾ, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനത്തിനിടവരും. പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരും. അപ്പോൾ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മളതിന് ഇറങ്ങണം, ഓരോ കാര്യങ്ങളിൽ പ്രവർത്തിക്കണം. അത് നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പ്രയത്നിക്കണം. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി വേണം ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. ഉച്ചയ്ക്ക് ശേഷമാണ് രാവുകാലം തന്നിരിക്കുന്നത്. 1:30 മണി മുതൽ 3 മണി വരെയാണ് കലണ്ടറിൽ രാവുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:30 രാവുകാലം തുടങ്ങൂല. 2:06 തൊട്ടേ രാവുകാലം തുടങ്ങുള്ളൂ. 3 മണിക്ക് തീരൂല. 3:34 രാവുകാലം തീരുള്ളൂ. ഇപ്പോൾ രാവുകാല സമയം കലണ്ടർ നോക്കി ഇറങ്ങുന്നവർ ശ്രദ്ധിച്ചോളണം. അതുപോലെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:49 തൊട്ട് 8:16 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും ദിവസം കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:15 തൊട്ട് തുടങ്ങും. 1:03 വരെ 48 ഉള്ളതിൽ ഇടയ്ക്കൊരു 4 ഒഴിച്ച് 44 നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ വസ്ത്രമോ ഗോൾഡൻ കളറോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഇന്നത്തെ ദിവസം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.